ആക്ച്വലി ഞാൻ ഇന്നലെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് നോർമൽ കോൾ വന്നു. അപ്പോൾ നോർമൽ കോൾ അറ്റൻഡ് ചെയ്തു. അന്നേരം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ശാന്തകുമാരി അല്ലേ എന്നൊക്കെ ചോദിച്ചു. അതേ പറഞ്ഞു. പിന്നീട് അവർ സ്വയം പരിചയപ്പെടുത്തി, ഇങ്ങനെ ATS നിന്നാണ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ. അപ്പോൾ ആ നമ്പർ പിന്നെ പരിശോധിച്ച സമയത്ത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി അവരുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിങ്ങളുടെ പേരിൽ ഈ നമ്പറിൽ വേറൊരു നമ്പർ പറഞ്ഞായിരുന്നു അവർ. ആ നമ്പർ ഇതാണ്, ഈ നമ്പറിലാണ് 9221335467. ഈ നമ്പറിലാണ് നിങ്ങളുടെ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പേരിൽ. അപ്പോൾ ആ സിം ഉപയോഗിച്ചിട്ട് ഈ പ്രതി അതിനകത്ത് പിന്നെ ഉപയോഗം നടത്തിയതായിട്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. അപ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റിയിൽ കൂടുതൽ അന്വേഷിച്ചു, അതിനെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു. അപ്പോഴാണ് വീണ്ടും അയാൾ പറഞ്ഞു, ഇങ്ങനെ ജമ്മു കാശ്മീർ JKC കേസ് 017/2025 ഒരു കേസ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 മാർച്ച് 25 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കേസിൻ്റെ കൂടെ കാര്യം മനസ്സിലാക്കിയപ്പോൾ കുറച്ചുകൂടെ ഇത് ക്യൂരിയോസിറ്റിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കറണ്ട് MLA ആണ്, റൂളിംഗ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫോണ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സൈബർ സെല്ലിൽ കൈമാറും, അവർ നിങ്ങളെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫോൺ കട്ടാക്കിയില്ല, അവർ എന്നെ വീണ്ടും വിളിക്കുകയാണ്. മലയാളത്തിൽ നോർത്ത് ഇന്ത്യൻ മലയാളമാണ്, നമ്മുടെ മലയാളമൊന്നുമല്ല. സംസാരിച്ചിട്ട് ഒരു സുരേഷ് കുമാർ SI ആണ്, ഞാൻ സൈബർ സെൽ ഹെഡ് ക്വാർട്ടേഴ്സ് നിന്നാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞു, ഇത് വളരെ സീരിയസ് മാറ്ററാണ്, അപ്പോൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെങ്ങനെ കാശ്മീർ പോയിട്ടുണ്ടോ, മുംബൈ പോയിട്ടുണ്ടോ ഒക്കെ ചോദിച്ചു. ഓഫ്കോഴ്സ് ഞാൻ ആസ് MLA ഒഫീഷ്യൽ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലോസ് ചെയ്യാൻ കാരണം ഡോക്യുമെൻറ്റ്സ് ഏത് ഡോക്യുമെൻറ്റ്സ് ആണ്, അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തത പറയുന്നില്ല. നിങ്ങളുടെ പേരിൽ വന്നിട്ട് സിം ഉപയോഗിച്ചതാണ് എന്ന നിലയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ പോകാൻ വഴിയില്ല. അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ എയർ ടിക്കറ്റൊക്കെ സാധാരണ പാലക്കാട്ടിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അപ്പോൾ ഒരു നമ്പർ തരാം, നിങ്ങൾ അതിലേക്ക് വിളിക്കൂ എന്നും പറഞ്ഞിട്ട് ഈ 9963471360 ഈ നമ്പർ എനിക്ക് തന്നു. ഞാൻ അപ്പോൾ ഈ നമ്പർ ഞാനാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോഴാണ് അയാൾ ഞാൻ ATS സ്ക്വാഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇല്ലല്ല എവറിത്തിങ് ഇസ് ഇൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് മലയാളം ഇതോടെ കഴിഞ്ഞു, തിരുവനന്തപുരത്ത് പറഞ്ഞോട് കഴിഞ്ഞു. പിന്നെ അങ്ങനെ കേസാണ്, അപ്പോൾ നിങ്ങൾ നോർമലി അവിടെ വരേണ്ടതാണ്, വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഇതായിട്ട് ബന്ധമൊന്നുമില്ല, ആരെങ്കിലും ഇതായത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ റൈവലറി ഉണ്ടോ, പിന്നെ മുസ്ലിം പിന്നെ ഈ ഫ്രണ്ട്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, മൈനോറിറ്റി ആളുകളുണ്ട്, അവർ കേട്ട് നമ്മൾ നല്ല സുഹൃത്ത് ബന്ധത്തിലാണ്. അങ്ങനെ തുടങ്ങി സംസാരിച്ച് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇതെന്തോ എൻ്റെ ആണല്ലോ എന്തോ ക്യൂരിയോസിറ്റി അറിയണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഫോൺ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് അധികമായിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ നമ്പർ ഒന്ന് വാട്സപ്പിൽ സേവ് ചെയ്യൂ, യു വിൽ ഗെറ്റ് എൻ ഇൻഫർമേഷൻ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ, എന്നിട്ട് നിങ്ങൾ അതിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴത്തെ ചെയ്യുമ്പോഴത്തേക്കും ഇയാൾ അതിലേക്ക് എന്നെ വാട്സപ്പ് കോൾ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്യപ്പോൾ ഞാൻ മോർണിംഗ് ഡ്രസ്സിലാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഓഫാക്കിയപ്പോൾ ഓഫാക്കരുത് എന്ന് വന്നു. പിന്നെ ഞാനിത് ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് അറിയില്ല ഞാൻ എന്തോ വേറെ എന്തോ കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഓഫീസ് റൂമിൽ അവർ ചോദിച്ചു ഓഫീസിലാണോ വീട്ടിലാണോ ചോദിച്ചു. ഞാൻ വീട്ടിലാണ്. എൻ്റെ റൂം അവിടെ ചെന്നിരുന്നു. ഞങ്ങൾ പോലും നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് നോയ്സ് ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ റൂമിൽ നിന്നിട്ട് സംസാരിച്ചു. അപ്പോൾ ഇയാൾ അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി. അതെങ്കിൽ പോലും ഞാൻ സ്റ്റേജ് കാരണം ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. കുറച്ചാകുമ്പോഴത്തേക്കും വീഡിയോ കോളിൽ അയാൾ യൂണിഫോമിലാണ് വന്നത്. അപ്പോൾ മക്കൾ പറഞ്ഞു അത് AI ആണ്, കാരണം അയാൾ ഇളകുമ്പോഴൊക്കെ താടിയൊക്കെ മാറുന്നുണ്ട്. എങ്കിലും ഞാൻ അതിൽ സംസാരിച്ചുകൊണ്ടിരുന്നു, അപ്പോൾ എന്താണെന്ന് അറിയട്ടെ എന്ന്. പിന്നെ എൻ്റെ ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആധാർ കാർഡ് ആക്ച്വലി എൻ്റെ കയ്യിലില്ലായിരുന്നു, ഡ്രൈവർ കാറിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊണ്ടുവരുമോ, എന്താ അയാൾ ഇങ്ങനെ പറയാണ് ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡ് കണ്ടപ്പം ഇതാരാണ് ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണ്. ദെൻ ഹി ആൾസോ സിറ്റ് അലോങ് വിത്ത് യു എന്ന് പറഞ്ഞു.
അപ്പോൾ മാധവേട്ടൻ അടുത്തിരുന്നു, ഷർട്ടൊക്കെ ഇട്ടുവന്ന് അടുത്തിരുന്നു. ദെൻ എൻ്റെ മകൻ വന്നപ്പോൾ ഹു ഈസ് ദാറ്റ്? ഇപ്പോൾ സണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ വൈ ഹി ഈസ് കമ്മിങ്, ഹി ആൾസോ സിറ്റ് അലോങ് വിത്ത് യു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ആൾ യഥാർത്ഥത്തിൽ അങ്ങ് നിന്നു. അപ്പോൾ മോൻ ചൂടായിട്ട് പറഞ്ഞു, ഹു ആർ യു, വാട്ട് ഈസ് യുവർ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആസ് എൻ MLA നിങ്ങളുടെ ഫ്യൂച്ചറിൽ ബാധിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനൊരു വിഷയം വന്നാൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, സ്വാഭാവികമായും ഞാനൊരു പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ആളാണ്, പാർട്ടി പ്രതിസന്ധിയിലാവും. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമല്ലോ, എങ്ങനെ എൻ്റെ പേരിൽ ഒരു ഫേക്ക് കേസാണെങ്കിൽ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു മണിക്കൂറുകൾ കഴിയാണ്. പിന്നെ ഞങ്ങൾ 3 ആളും അതിനകത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഡ്രൈവർ പോയിട്ട് നമ്മുടെ കുഴമന്നം പോലീസ് വിവരം അറിയിച്ചു. അപ്പോൾ അവരെ വിവരം അറിയിച്ച കാര്യം ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം അയാൾ ഇൻ്റർകോം വഴി വേറൊരാൾക്ക് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ആധാർ നമ്പർ വേണം. ഞാൻ ആധാർ നമ്പർ കൊടുത്തു. ആധാർ നമ്പർ കൊടുത്തപ്പോഴത്തേക്കും വി ആർ സെൻഡിങ് ദിസ് ടു CIS, ഇതിൽ നിന്ന് കേസിംഗ് എന്തെങ്കിലും ഉണ്ടാവും അറിയട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇൻ്റർകോമിൻ്റെ മറുപടി ഇങ്ങോട്ട് വരികയാണ്, എൻ്റെ പേരിൽ മുംബൈ കനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോംബ് ബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രതി ഫണ്ട് പൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്, നിങ്ങളുടെ പേരിലെ അക്കൗണ്ടാണ്, വാട്ട് ഈസ് യുവർ കണക്ഷൻ വിത്ത് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊന്നും അറിയില്ല, എനിക്ക് അവിടെ ഒരു ബന്ധമില്ല, ഒന്നും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ച്. അപ്പോൾ പൊളിറ്റിക്കൽ റൈവലറി എന്തെങ്കിലും ആയിരിക്കാം എന്ന നിലയിൽ ഞാൻ ഫേക്കാണെന്നുള്ള രീതി സംസാരിച്ചു. അപ്പോഴത്തേക്കും മോൻ ചൂടായപ്പോൾ അയാൾ മോനോട് ചൂടായി, യു ഡു നോ ദറ്റ് വാട്ട് ഈസ് ദ പ്രോട്ടോകോൾ വിത്ത് റിഗാർഡിങ് ദിസ്, യു വിൽ ബേ ദ കോൺസിക്വൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോനോട് ഇങ്ങനത്തെയൊക്കെ പറയണ്ടായിരുന്നു. അപ്പം മോൻ പറഞ്ഞു വന്നിരിക്കേ അയാൾ എന്താ പറയണം നമുക്ക് നോക്കട്ടെ, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അമ്മ അത് ഫേക്കാണ്, നിങ്ങളതിൽ അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്കും സമയങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്. സത്യത്തിൽ ഏതാണ്ട് ഈ ഒരു അരമണിക്കൂറൊക്കെ ലാൻഡ് ലൈൻ നോർമൽ കോളിലുണ്ടാവും, പിന്നീട് എല്ലാം കൂടി ഒരു 2 മണിക്കൂറിനകം. അപ്പോൾ ഫുൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. എനിക്ക് രാവിലെ 10:06 റെക്കോർഡുണ്ട്, കോൾ റെക്കോർഡുണ്ട്. ഇല്ല അത് ആദ്യമൊന്നും എനിക്കുണ്ടായില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് പാനിക് ആവാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഇലക്ഷൻ നിൽക്കുകയാണ്. ഈ എന്താണ് പാകിസ്ഥാൻ ചാരനായിട്ടുള്ള ഒരാൾ എൻ്റെ അക്കൗണ്ട് വഴി അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഞാൻ എൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പാനിക്കായി. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. കാരണം ഇത് പാർട്ടിയെ ബാധിക്കും, ഇതെങ്ങനെയാണ് അതെന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അയാൾ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ സമൺസ് കൈപ്പറ്റണം, ഡയറക്റ്റ്ലി യു കം ടു ദി. ഇല്ലില്ല ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ പിന്നെ അവസാനം എൻ്റെ നമ്പർ ആധാർ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. പക്ഷേ എനിക്ക് പിന്നീടാണ് ഫീൽ ചെയ്തത്. അപ്പോഴത്തേക്കും ഡ്രൈവർ വന്നിട്ട് ആധാർ നമ്പർ ഞാൻ കൊടുത്തു, ആധാർ നമ്പർ കൊടുത്തു. അപ്പോൾ അയാൾ ഇത് കറക്റ്റല്ലേ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും വന്നിട്ട് പറഞ്ഞു അത് എടുക്കണ്ട, അത് കട്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒരു 3-4 തവണ അയാൾ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു, വീണ്ടും വീഡിയോ കോൾ ചെയ്ത ശേഷം അതിലൊരു മെസ്സേജ് ഇട്ട്, ഞാൻ ഫോൺ എടുത്തില്ല, മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പറഞ്ഞത് മാഡം കോൾ അതർവൈസ് വി വിൽ ടേക്ക് ആക്ഷൻ എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അതെ നത്തിങ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞത്. അതാ മാം കോൾ ബാക്ക് അതർവൈസ് വി വിൽ ഹാവ് ടു ടേക്ക് ആക്ഷൻ. അതടില്ലേ അല്ല അതുപോലെ ഇത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് അവരുടെ ATSൻ്റെ ആണെന്നും പറഞ്ഞിട്ട് ലോഗോ ബ്ലോക്ക് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു നോട്ടഡ് മാം എന്ന് പറഞ്ഞ ശേഷമാണ് ഈ കോൾ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഏതാണ്ട് ഒരു ഘട്ടമായപ്പോൾ എനിക്ക് പിടികിട്ടിയത് ഫേക്കാണ്. പക്ഷേ ഞാൻ MLA എന്ന നിലയിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ നമ്മുടെ ജനറൽ പബ്ലിക്സിൻ്റെ ഒരു ഇഷ്യൂ എന്തായിരിക്കും എന്നതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ഇത് അറിയട്ടെ എന്ന നിലയിലാണ് സ്റ്റേ ചെയ്തത്. അന്വേഷിക്കേണ്ടത് ഇന്നലെ തന്നെ. പിന്നെ അപ്പോഴത്തേക്കും കുഴമന്നം പോലീസിൻ്റെ ടീം ഇവിടെ എത്തി. ഞാൻ അവരോട് ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തു. ശേഷം ഞാൻ പരാതി കൊടുത്തു. പരാതി സൈബർ സെല്ലിലെ CI ആയിട്ട് വിളിച്ച് സംസാരിച്ചു. പരാതി കൊടുത്തു. പരാതി ഇപ്പോൾ അവർ ആക്ഷൻ വേണ്ടി കൈമാറിയിട്ടുണ്ട്. അല്ല ഇന്ന് പറഞ്ഞിട്ടില്ല, ഇന്നിപ്പോൾ നമുക്ക് മെസ്സേജ് വഴി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ തന്നെ അത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉണ്ടായത്. അപ്പോൾ സത്യത്തിൽ പിന്നെ നമ്മുടെ ഈ സൈബർ തട്ടിപ്പിൻ്റെ ഒരു ആഴം പറയുന്നത്, കാരണം നമ്മുടെ വളരെ വീക്ക്നെസ് അല്ലെങ്കിൽ സെൻസസ് ആ ഒരു വിഷയത്തിലാണ് കയറിയിട്ടാണ് അവർ പെട്ടെന്ന് ഹൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാനസികമായിട്ട് പ്രയാസം വരും.
അപ്പോൾ ഞാനിത് ആരോടും അറിയിച്ചില്ല, ഏതാണ്ട് ഒരു 1.5-3 മണിക്കൂറൊന്നും ആരോടും പറഞ്ഞില്ല, ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നീട് ഹസ്ബൻഡുമായിട്ട് അത് ഷെയർ ചെയ്തു. അപ്പോഴാണ് ഹസ്ബൻഡും കൂടെ അവിടെ ഇരുന്നിട്ട് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇത് കർശനമായ രീതിയിൽ അന്വേഷിക്കുന്നത് തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ള വാക്ക്. അപ്പോൾ അത് അന്വേഷിക്കട്ടെ, അതാണല്ലോ ഇതിൻ്റെ വേണ്ടത്. ഞാൻ എൻ്റെ കോൾ റെക്കോർഡ്സും ഈ നമ്പേഴ്സും വെച്ചിട്ടാണ് ഞാൻ കത്തയച്ചത്, അവർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തത്. പല ആളുകൾക്കും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പണം പോകുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള തീർച്ചയായിട്ടും കാരണം എന്നോടിപ്പോൾ എൻ്റെ പേരിൽ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പിന്നെ ഒന്നുകൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ നോൺ ഇൻവോൾവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ, അതർവൈസ് യുവർ ഫ്യൂച്ചർ വിൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആകെ വല്ലാത്തൊരു ഇതിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഇത് അറിയട്ടെ ഏത് കേസ് എന്ത് കേസ് എന്നൊക്കെ നിലയിൽ. പിന്നെ ഞാനിത് പിന്നെ അന്നേരം പിന്നെ നമുക്ക് വേറെ ആരെയും സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു കറണ്ട് MLA ആണ്, റൂളിംഗ് പാർട്ടിയുടെ കറണ്ട് MLA. ഞാൻ പിന്നെ പുറത്തൊന്നുമില്ല, ഞാൻ ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ന നിലയിൽ ഞാനത് പറഞ്ഞ ശേഷമാണ് തോന്നുന്നു ഒരുപക്ഷെ അവർ ഈ മെത്തേഡ് മാറ്റിയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചിലപ്പോൾ അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അതിൻ്റെ കുഴപ്പമുണ്ട്, ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ടാക്കി. അപ്പോൾ ഇതിൽ നമുക്കുണ്ടായൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 മണിക്കൂർ നമ്മൾ ഈ ക്യൂരിയോസിറ്റിയിൽ, അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ മനുഷ്യർ സാധാരണക്കാരാകുമ്പോൾ പേടിച്ച് പറിച്ച് ചിലപ്പോൾ ഒക്കെ പറഞ്ഞു കൊടുത്ത് പെട്ടെന്നാക്കിയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ആധാർ കാർഡ് വരെ പറഞ്ഞല്ലോ, ആധാർ നമ്പർ വരെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഉണ്ടായെന്ന് വെച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് പാർട്ടിക്ക്, അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് മാത്രമല്ല പാർട്ടി എന്ന നിലയിൽ വലിയൊരു രീതിയിൽ ബാധിക്കുമെന്നുള്ള മാനസിക പ്രയാസങ്ങൾ ജനങ്ങളോട് പറയാൻ പ്രേക്ഷകർക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറയാൻ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം അഡ്വക്കേറ്റ് കൂടിയാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ ഒന്നാമത് ഇപ്പോൾ നമ്മൾ വക്കീലായതുകൊണ്ട് സ്വാഭാവിക ഇംഗ്ലീഷ് കോളോ ഹിന്ദി കോളോ വന്നാൽ സ്വാഭാവികം അറ്റൻഡ് ചെയ്യും. സാധാരണ മറ്റവരാണെങ്കിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ കോൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ പലയിടത്തും ഒരേപോലത്തെ നമ്പറുകളാണ്, നമുക്ക് പറയാൻ പറ്റില്ല. MLA എന്നതിൽ നിരവധി കോളുകൾ വരുന്നുണ്ട്. നമുക്കിപ്പം ഏതാ കോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു പൊതു ക്യാരക്ടർ, ഞാൻ ഏത് കോൾ വന്നാലും അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും, അങ്ങനെയാണ്. അപ്പോൾ ആ നിലയിലാണ് ഞാൻ ഇത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ പൊതുവേ പറയാനുള്ളത് വളരെ കോൺഷ്യസ് ആവുക. പിന്നെ ഇതുപോലുള്ള ഏതെങ്കിലും ഭാഷാ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അറിയില്ലെങ്കിൽ അത് പറ്റില്ല എന്ന നിലയിലേക്ക് പറയാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്.